കോട്ടയം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളപ്പൊക്കവും ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായതോടെ പ്രധാന പാതകളിലൂടെയുള്ള ഗതാഗതം ഭാഗികമായും ചിലയിടങ്ങളിൽ പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. മലയോര മേഖലകളിൽ ഉൾപ്പെടെ കനത്ത മഴ തുടരുകയും നദികളിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങൾ ടോമി മാങ്കൂട്ടമാണ് നൽകുക. ടോമി, എങ്ങനെയാണ് ജില്ലയിലെ നിലവിലെ സാഹചര്യം? ദിവസങ്ങളായി തുടരുന്ന മഴയാണ്, സ്ഥിതി ആശങ്കാജനകമായി തുടരുകയാണോ? ജീന, കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ കഴിഞ്ഞ 3 ദിവസമായി പെയ്ത കനത്ത മഴയ്ക്ക് ഇന്ന് പകൽ അല്പം ശമനമുണ്ടായെങ്കിലും ദുരിതത്തിന് യാതൊരു കുറവുമില്ലായിരുന്നു. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലും റോഡിലുമുള്ള വെള്ളക്കെട്ടിന് കാര്യമായ അയവ് വന്നില്ല. ഇന്നലെ മുതൽ ഒഴുകുന്ന കിഴക്കൻ വെള്ളം പടിഞ്ഞാറേക്ക് കൂടുതലായി ഒഴുകിയെത്തിയതോടെ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായ ആർപ്പൂക്കര, ഐമനം, കുമരകം, തിരുവാർപ്പ്, നീണ്ടൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളും റോഡുകളും വെള്ളത്തിനടിയിലായി. നൂറുകണക്കിന് വീടുകളിലും വെള്ളം കയറി. പടിഞ്ഞാറൻ മേഖലയിലെ ദുരിതം ഇനിയും ദിവസങ്ങളോളം തുടരാനാണ് സാധ്യത. ഇന്നലെ രാത്രി മുഴുവൻ കിഴക്കൻ മലയോര മേഖലയായ പൂഞ്ഞാർ, മൂന്നലവ, തീക്കോയി, തലനാട്, മേലുകാവ്, ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയായതിനാലാണ് വീണ്ടും പാലാ ഈരാറ്റുപേട്ട റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. പാലാ നഗരത്തിൽ കൊട്ടാരമറ്റം, മൂന്നാനി എന്നിവിടങ്ങളിൽ കയറിയ വെള്ളം ഇപ്പോഴും കാര്യമായി ഇറങ്ങിയിട്ടില്ല. പകൽ കാര്യമായ മഴ പെയ്തില്ല എന്നതാണ് ഏക ആശ്വാസം. മഴക്കെടുതി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത നിവാരണ സേന കോട്ടയം ജില്ലയിൽ എത്തിയിട്ടുണ്ട്. കേരള പോലീസിന്റെ റാപ്പിഡ് റെസ്ക്യൂവിലെ 20 പേരും ഈ സംഘത്തിനൊപ്പമുണ്ട്. കോട്ടയം താലൂക്കിലെ ഇറഞ്ഞാൽ, ഇല്ലിക്കൽ മേഖലകളിൽ വീടുകളിൽ കുടുങ്ങിയ സുരക്ഷിത സ്ഥാനത്തേക്ക് ഇവർ മാറ്റി. മഴക്കെടുതിയിൽ അയർക്കുന്നം ആറുമാനൂരിൽ വെള്ളക്കെട്ടിൽ വീണ ഒരു യുവാവ് മരിച്ചു. മീനച്ചിലാറിന്റെ തീരപ്രദേശമായ ആറുമാനൂർ മൂഴിക്കൽ കടവ് പുളിഞ്ചോട് ഭാഗത്തുകൂടി നടന്നു പോവുകയായിരുന്നു ആറുമാനൂർ സ്വദേശിയായ ജിൻഡോ മാത്യു ആണ് മരിച്ചത്. രാവിലെ 11 മണിയോടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് വെള്ളക്കെട്ടിൽ വീണത്. ഏറെ നേരമായിട്ടും ജിൻഡോയെ കാണാതായതോടെ സഹോദരങ്ങൾ തിരക്കി ഇറങ്ങിയപ്പോഴാണ് വെള്ളത്തിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് മണർകാട്ടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. അയർക്കുന്നം, ആറുമാനൂരിൽ പ്രദേശങ്ങളിൽ വാഹന ഗതാഗതം പോലും അസാധ്യമാകും വിധം വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ജീന, ശരി. കോട്ടയം ജില്ലയിൽ വളരെ രൂക്ഷമായ മഴക്കെടുതി തുടരുകയാണ്. ടോമി മാങ്കൂട്ടമാണ് വിവരങ്ങൾ നൽകിയത്.